നമുക്ക് ഇന്ന് ചിന്തിക്കാൻ കഴിയാത്തത്ര രീതിയിലുള്ള വൈവിധ്യമാർന്ന പരിപാടികൾ ഈ മദ്രാസ് നിലയം പ്രക്ഷേപണം ചെയ്തിരുന്നു. വളരെ കുറച്ച് സമയമേ പ്രക്ഷേപണമുള്ളൂ. പക്ഷേ ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് നാടൻ കലാരൂപങ്ങൾ, കഥകളി, അതുപോലെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരുവിധം അറിയപ്പെടുന്ന എല്ലാ നാടൻ കലാകാരന്മാരെയും മദ്രാസിലേക്ക് ക്ഷണിച്ചു വരുത്തി ആകാശവാണിയിൽ അത് അവരുടെ കലാപരിപാടികൾ പ്രക്ഷേപണം ചെയ്തിരുന്നു. അങ്ങനെ മലയാളിയുടെ സംസ്കാരവുമായി, കേരളത്തിൻ്റെ സംസ്കാരവുമായി, കേരളത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി കലാരൂപങ്ങൾ മദ്രാസ് ആകാശവാണിയിൽ, മദ്രാസ് റേഡിയോയിൽ, അന്ന് ആകാശവാണി ആയിട്ടില്ല, അന്ന് ഓൾ ഇന്ത്യ റേഡിയോ ആണ്, മദ്രാസ് ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കേരളത്തിൽ നിന്ന് ക്ഷണിച്ചു വരുത്തി അവരുടെ സൃഷ്ടികൾ മദ്രാസ് റേഡിയോ പ്രക്ഷേപണം ചെയ്തിരുന്നു. പി കുഞ്ഞിരാമൻ നായർ ഒരു യുവകവിയായി മദ്രാസിലൂടെ അലഞ്ഞു നടന്ന കാലത്ത് അറിയാമല്ലോ, അദ്ദേഹം ഒരു അവധൂതനെ പോലൊക്കെ ഇങ്ങനെ ജീവിക്കുന്ന കാലമാണ്. അദ്ദേഹം മദ്രാസ് റേഡിയോയിൽ ചെല്ലുകയും അവിടെ ഒരു കവിത അവതരിപ്പിക്കുകയും അന്ന് 25 രൂപ പ്രതിഫലം വാങ്ങിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്ത ഒരു സംഭവമുണ്ട്. കുഞ്ഞിരാമൻ നായരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആ ചരിത്രത്തിൽ നിന്ന് കുറച്ചുകൂടി മുൻപോട്ട് വരുമ്പോൾ പിന്നീട് ഉള്ള അദ്ദേഹത്തിൻ്റെ ജീവിതവും അങ്ങനെയായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോൾ CP സത്രത്തിലാണ് താമസിക്കുക. അവിടെ നിന്ന് നേരെ ആകാശവാണിയിലേക്ക് കയറി വരികയാണ്, അല്ലാതെ അദ്ദേഹത്തെ ആരും ക്ഷണിച്ചിട്ടൊന്നുമല്ല വരിക. അവിടെ വന്നിട്ട് ഈ സാഹിത്യ പരിപാടികൾ കൈകാര്യം ചെയ്യുന്ന ആളിനെ കാണും. കണ്ടിട്ട് പറയും, ഒരു കവിത, മറ്റേ വലിയ ജുബയുടെ പോക്കറ്റിൽ നിന്നൊരു കവിത എടുത്തു കൊടുക്കും, കവിത റെക്കോർഡ് ചെയ്യണം. അദ്ദേഹത്തിന് കോൺട്രാക്റ്റോ അദ്ദേഹത്തിന് ക്ഷണപത്രികയോ കത്തോ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ കുഞ്ഞിരാമൻ നായരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. അപ്പോൾ തന്നെ ആ കവിത റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം അപ്പോൾ തന്നെ കൊടുക്കണം. അപ്പോൾ അന്ന് ഈ പ്രതിഫലം പൈസയായിട്ട് കൊടുക്കാൻ സംവിധാനമില്ല, ചെക്കായിട്ടാണ് കൊടുക്കുക. പക്ഷേ ഈ ചെക്ക് അക്കൗണ്ടിൽ നിന്നും പോകേണ്ട കാര്യമില്ല, കവിക്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. അപ്പോൾ ഈ ചെക്ക് താഴെ ഒരു കൗണ്ടറിൽ കൊണ്ട് കൊടുത്താൽ അതിൻ്റെ ക്യാഷ് കിട്ടും. ഈ ക്യാഷ് വാങ്ങിയിട്ട് നേരെ ഒരു സംഘം ആളുകൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടും. അവരെല്ലാം കൂടെ വഴുതക്കാട് ഹോട്ടൽ മാഗ്നറ്റ് എന്നൊരു ഹോട്ടലുണ്ട്, അവിടെ പോകും. ആഘോഷപൂർവ്വം ആ ചെക്കിൽ നിന്ന് കിട്ടിയ, ആ കവിത അവതരിപ്പിച്ച് കിട്ടിയ പൈസ മുഴുവൻ തീർക്കും. പിന്നീട് അദ്ദേഹം തിരിച്ചു പോകും. അതാണ് ഞാൻ പെട്ടെന്ന് കുഞ്ഞിരാമൻ നായർ റേഡിയോയിൽ വന്നപ്പോൾ ഉള്ള ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ തിരിച്ച് വീണ്ടും മദ്രാസ് റേഡിയോയിലേക്ക് പോവുകയാണ്. അവിടെയായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പി ഭാസ്കരൻ അവിടെ സ്ക്രിപ്റ്റ് റൈറ്ററായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ധാരാളം രചനകളെന്ന് മദ്രാസ് റേഡിയോ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കെ രാഘവൻ, അദ്ദേഹം 1942 ജോലി അന്വേഷിച്ച് മദ്രാസിൽ വരുമ്പോൾ അവിടെ ഒരു മ്യൂസിക് ആർട്ടിസ്റ്റായി, മ്യൂസിക് കമ്പോസറായിട്ട് അദ്ദേഹത്തെ അവിടെ എടുക്കുകയുണ്ടായി. അങ്ങനെ ഒരുപാട് പ്രതിഭകളെ എടുത്ത ഒരു സ്ഥലമാണ്. തിക്കോടിയൻ ആദ്യമായി തൻ്റെ പ്രക്ഷേപണം നടത്തിയത് അവിടെ നിന്നാണ്. എന്നെ ഏറ്റവും അധികം ചിരിപ്പിച്ച സംഭവം എന്നതിനെക്കുറിച്ച് ഒരു പ്രഭാഷണം നടത്താനായിട്ട് തിക്കോടിയനെ അവിടേക്ക് ക്ഷണിക്കുകയായിരുന്നു. അദ്ദേഹം അന്ന് കോഴിക്കോട് ജില്ലയിലെ ഒരു സ്കൂളിലെ മാഷായിരുന്നു. ഇങ്ങനെ ഒരുപാട് പ്രതിഭകളെ ക്ഷണിച്ചു വരുത്തി മദ്രാസ് റേഡിയോയിൽ നിന്ന് സ്ഥിരമായി മലയാളം പ്രക്ഷേപണം ഉണ്ടായിരുന്നു. നമ്മൾക്ക് പറയാൻ പറ്റും, പിന്നീട് മലയാള പ്രക്ഷേപണത്തിലെ മുടിചൂടാ മന്നന്മാരായിരുന്ന പല ആളുകളും ഈ മദ്രാസ് റേഡിയോയിലെ പ്രക്ഷേപകരായിരുന്നു. അത് കഴിഞ്ഞാണ് ട്രാവൻകൂർ റേഡിയോ തുടങ്ങുന്നത്. 1943 ട്രാവൻകൂർ റേഡിയോ ആരംഭിക്കുന്നത്. അന്ന് തിരുവിതാംകൂറിൻ്റെ റേഡിയോ ആണിത്. അതുകൊണ്ടാണ് ഇതിനെ ട്രാവൻകൂർ റേഡിയോ എന്ന് പറയുന്നത്. സർ CP യുടെ കാലത്താണ് ഇതിനുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുന്നതും. സർ CP ആണ് ഈ ട്രാവൻകൂർ റേഡിയോയ്ക്ക് ഉള്ള ട്രാൻസ്മിറ്റർ കൊണ്ടുവരുന്നത്. അന്ന് ഈ 2ാം ലോക മഹായുദ്ധ കാലമാണ്. പലയിടത്തേക്കും ഈ കപ്പലുകളിൽ ഈ ഉപകരണങ്ങൾ കടത്തുക അത്ര എളുപ്പമായിരുന്നില്ല. യൂറോപ്പിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് 3 ട്രാൻസ്മിറ്ററാണ് അന്ന് 3 കപ്പലുകളിലായിട്ട് കൊണ്ടുവന്നത്. 2 കപ്പലും ഹിറ്റ്ലറുടെ സൈന്യം പിടിച്ചെടുത്തു. ഈ ട്രാവൻകൂർ റേഡിയോയ്ക്കുള്ള ട്രാൻസ്മിറ്റർ അവിടെ നിന്ന് ഒരു കപ്പലിൽ ഒളിച്ച് കടത്തിയാണ് അന്ന് ഇവിടെ കൊണ്ടുവന്നത്. അത് ട്രാൻസ്മിറ്റർ കുളത്തൂരിൽ, ഇന്ന് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്തുള്ള ആകാശവാണിയുടെ ട്രാൻസ്മിറ്റർ നിൽക്കുന്ന അതേ സ്ഥലത്ത് തന്നെ, കുളത്തൂർ, അവിടെ അത് സ്ഥാപിച്ചു. അതൊരു 5 കിലോവാട്ട് മീഡിയം വേവ് ട്രാൻസ്മിറ്റർ ആയിരുന്നു. അതിൻ്റെ പ്രക്ഷേപണം തുടങ്ങിയത്, അതിൻ്റെ സ്റ്റുഡിയോ സംവിധാനങ്ങളുണ്ടായിരുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ MLA ഹോസ്റ്റൽ നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഒരു പഴയ കെട്ടിടത്തിലായിരുന്നു. റേഡിയോയിലെ പ്രക്ഷേപണം അന്ന് വെള്ളിയാഴ്ച മാത്രമായിരുന്നു. പ്രക്ഷേപണം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ അമ്മയായിരുന്ന സേതു പാർവതിബായി ആയിരുന്നു. അവരാണത് ഉദ്ഘാടനം ചെയ്തത്. അന്ന് റേഡിയോ ട്രാവൻകൂറിൽ വലിയൊരു വിസ്മയമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ഇതെന്താണെന്ന് അല്ലെങ്കിൽ ഇതെന്താണ് ഇതിൻ്റെ സാങ്കേതിക വിദ്യ എന്ന് ആളുകൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കാലമായിരുന്നു. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രാവൻകൂർ റേഡിയോയിൽ നിന്നുള്ള പരിപാടി എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയായിരുന്നു. അത് തുടങ്ങുന്നത് ഒരു സ്വാതി തിരുനാൾ കൃതിയോടുകൂടിയായിരിക്കും. പ്രക്ഷേപണം അവസാനിപ്പിക്കുന്നത് അന്ന് തിരുവിതാംകൂറിലെ ദേശീയ ഗാനമായിരുന്ന വഞ്ചീശമംഗളം പാടിക്കൊണ്ടുമാണ്. ഇതിനിടയിൽ ശാസ്ത്രീയ സംഗീത പരിപാടികളുണ്ടാവും, നാടകങ്ങളുണ്ടാവും, വാർത്തയുണ്ടാകും, അതുപോലെ പിന്നെ മറ്റുള്ള ഒരുപാട് വിവിധ ഇനങ്ങൾ ഈ പ്രക്ഷേപണത്തിൻ്റെ ഭാഗമായിട്ട് പരിപാടിയുടെ ഭാഗമായി ഉണ്ടാകാറുണ്ടായിരുന്നു. ഈ പ്രക്ഷേപണം കേൾക്കാനായിട്ട് നമ്മുടെ ഈ MLA ക്വാർട്ടേഴ്സ് നിൽക്കുന്ന ആ സ്ഥലത്തൊരു വലിയ മൈതാനമായിരുന്നു. ഈ മൈതാനത്ത് ആളുകൾ തടിച്ചുകൂടുമായിരുന്നു. ഒന്ന് ഇതിൻ്റെ ഒരു കൗതുകം, മറ്റൊന്ന് ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരവും വിജ്ഞാനവും വിനോദവും. അന്ന് ആളുകൾക്ക് മറ്റുള്ള ബഹുജന മാധ്യമങ്ങൾ വളരെ കുറവായിരുന്നു. ഇന്നത്തെ പോലെ ടെലിവിഷൻ ആലോചിക്കാനേ പറ്റില്ല, ടെലിവിഷൻ ഉണ്ടായിരുന്നില്ല. പത്രമാധ്യമങ്ങൾ വളരെ കൂടുതൽ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളമെങ്കിലും മലയാളത്തിൽ ഒരുപാട് പത്രമാധ്യമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഈ പത്രമാധ്യമങ്ങളുടെ ലഭ്യത വളരെ കുറവായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സ്വീകാര്യത വളരെ കുറവായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആളുകളുടെ സാക്ഷരതയിലുള്ള കുറവ്, ഇത് വാങ്ങാനുള്ള പാങ്ങില്ലായ്മ, അതുപോലെ ഇത് ലഭ്യമാക്കുന്നതിലുള്ള സൗകര്യക്കുറവ്. ഇതുകൊണ്ടൊക്കെ ആളുകൾക്ക് വിവരവും വിജ്ഞാനവും അറിയാൻ ഉള്ള ആ തൃഷ്ണ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ ഈ MLA ക്വാർട്ടേഴ്സിൻ്റെ മൈതാനത്ത് ചുറ്റിക്കൂടിയിരിക്കുകയും റേഡിയോയുടെ പരിപാടികൾ ഒരു സ്പീക്കറിലൂടെ പുറത്തേക്ക് കേൾപ്പിക്കുമായിരുന്നു. ആ റേഡിയോ കേൾക്കാൻ പിന്നീട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ള റേഡിയോ കയോസ്കുകളുണ്ടല്ലോ, അതിൻ്റെ ഒരു ആദ്യ രൂപം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ സ്പീക്കറിലൂടെ ഈ പരിപാടികൾ കേൾക്കാൻ ആളുകൾ അവിടെ തടിച്ചു കൂടുമായിരുന്നു. വൈകുന്നേരം വാർത്തയുണ്ട്, വാർത്ത കേൾക്കണം. അന്ന് വാർത്ത അറിയാൻ വേറെ ഒരു മാർഗവുമില്ല. പത്രങ്ങളൊക്കെ പിറ്റേ ദിവസം രാവിലെ കിട്ടുകയുള്ളൂ. പത്രങ്ങളുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, പത്രങ്ങളുടെ ലഭ്യത വളരെ കുറവായിരുന്നു. അങ്ങനെ ഈ വാർത്തകൾ കേൾക്കാനും മറ്റു പരിപാടികൾ കേൾക്കാനും ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം 9 മണിക്ക് ഈ റേഡിയോ സ്റ്റേഷൻ വഞ്ചീശമംഗളം പാടി അടയ്ക്കുമ്പോൾ മാത്രമേ ആളുകൾ പിരിഞ്ഞു പോവുകയുള്ളൂ. ആളുകൾ അപ്പോഴും പിരിഞ്ഞു പോകില്ല, കുറച്ച് സമയം കൂടി അവിടെ നിൽക്കുമായിരുന്നു. എന്തിന്? ഈ അകത്തുനിന്ന് കേട്ട ശബ്ദത്തിൻ്റെ ഉടമയെ തിരിച്ചറിയാൻ വേണ്ടി, ഉടമയെ ഒന്ന് കാണാൻ വേണ്ടി. അപ്പോൾ പല റേഡിയോ അവതാരകരും പറഞ്ഞിട്ടുണ്ട്, ഈ ആൾക്കൂട്ടത്തിനിടയിലൂടെയാണ് ഇവർ ഇറങ്ങിപ്പോകുന്നത്, പക്ഷേ ഇവരുടെ ശബ്ദമാണ് ഈ ആൾക്കൂട്ടം ഇതിനു മുൻപ് കേട്ടത് എന്ന് ഇവരറിയുന്നുണ്ടാവില്ല. അങ്ങനെ വലിയ ഒരു മാധ്യമമായിട്ടാണ് ട്രാവൻകൂർ റേഡിയോ തുടങ്ങുന്നതും അതിന് വലിയ സ്വീകാര്യതയായിരുന്നു. അവിടെ ആൾക്കൂട്ടത്തിനെ താങ്ങാൻ വയ്യാതെയായപ്പോൾ നമ്മുടെ മ്യൂസിയത്തിലും ശംഖുമുഖത്തും അതുപോലെ കിഴക്കേക്കോട്ടയിലുമൊക്കെ റേഡിയോ കയോസ്കുകൾ സ്ഥാപിച്ച് റേഡിയോ വെച്ച് അത് സ്പീക്കറിലൂടെ, ലൗഡ് സ്പീക്കറിലൂടെ കേൾപ്പിക്കുകയും അത് ധാരാളം ആളുകൾ കേൾക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറുകയും ചെയ്തു. ഇത് ആണ് പിന്നീട് നമ്മുടെ ഈ റേഡിയോ കയോസ്കുകളായി മാറുകയും കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും നിരവധി റേഡിയോ കയോസ്കുകൾ ഉണ്ടാകുകയും ഈ കയോസ്കുകളുടെ മുൻപിൽ റേഡിയോ കേൾക്കാനായിട്ട് ആളുകൾ തടിച്ചുകൂടുകയും ചെയ്യുമായിരുന്നു. അന്ന് ഈ റേഡിയോ സ്വന്തമാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ചെലവേറിയ കാര്യമായിരുന്നു. റേഡിയോയുടെ വില നമുക്ക് പഴയ ആളുകൾക്ക്, അല്ലെങ്കിൽ വല്ല മ്യൂസിയത്തിലൊക്കെ നിങ്ങൾ റേഡിയോ കണ്ടു കാണും, പഴയ റേഡിയോ. ആ റേഡിയോ ഒരു പെട്ടി പോലെ ഇരിക്കുന്ന വലിയൊരു റേഡിയോ, വാൽവ് റേഡിയോ എന്നാണ് അതിനെ സാങ്കേതിക അർത്ഥത്തിൽ പറയുന്നത്. എൻ്റെ ഒരു ബന്ധു പറഞ്ഞത് 1962 ഭിലായിൽ വെച്ച് അദ്ദേഹം ഒരു റേഡിയോ വാങ്ങിയത് 65 രൂപയ്ക്കാണ്. അന്ന് 65 രൂപ കൊടുത്താൽ 1 ഏക്കർ വസ്തു കിട്ടുമായിരുന്നു. ഞാൻ 1962 കാര്യമാണ് പറയുന്നത്. അപ്പോൾ 1940 അവസ്ഥ എന്താണ് എന്ന് ആലോചിച്ചു നോക്കും. അപ്പോൾ വളരെ ധനികരായ ആളുകൾക്ക് മാത്രമേ റേഡിയോ വാങ്ങാൻ പറ്റുമായിരുന്നുള്ളൂ, അല്ലെങ്കിൽ റേഡിയോ താങ്ങാൻ പറ്റുമായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇത്തരത്തിലുള്ള പൊതുവേദികളിൽ നിന്നാണ് റേഡിയോ കേട്ടിരുന്നത്. പക്ഷേ ആളുകൾ ഒരു നിഷ്ഠ പോലെ, ഇന്ന് വൈകുന്നേരം നമ്മൾ അമ്പലത്തിൽ പോകുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങിന് നിത്യവും പോകുന്നത് പോലെ വൈകുന്നേരം കുളിച്ചൊരുങ്ങി വന്ന് ഈ റേഡിയോ കേൾക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലിരുന്ന് അവർ റേഡിയോ കേൾക്കുമായിരുന്നു. അപ്പോൾ ആദ്യത്തെ പ്രക്ഷേപകരായി ഇവിടെ ഉണ്ടായിരുന്നത് പറവൂർ ശാരദാമണിയും പറവൂർ രാധാമണിയുമാണ്. അവർ രണ്ടുപേരും വലിയ പ്രശസ്തരായ ക്ലാസിക്കൽ മ്യൂസിക് സിംഗേഴ്സ് ആയിരുന്നു.